Good afternoon, all. Good afternoon, ma'am. Good afternoon. സ്ട്രെങ്ത് വളരെ കുറവാണല്ലോ. എനിക്ക് തോന്നുന്നു ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് ചിലപ്പോൾ അമ്മമാരെല്ലാവരും കുട്ടികളുടെ ഒപ്പം പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ടാവും അല്ലെ? ആയിരിക്കാം. ഓക്കെ. ആരെങ്കിലും പ്രെയർ പ്രിപ്പയർഡ് ആണോ? കുഴപ്പമില്ല. നമ്മള് ടേം എക്സാമിന്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാന്നാണ് പറഞ്ഞത് അല്ലേ മാം? അപ്പോ ടേം എക്സാമിന്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ എടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഞാൻ ക്വസ്റ്റ്യൻസ് പറയുന്നത് കേട്ടോ. അതിന് നമുക്ക് പാർട്ട് 3 കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് അറിയാമായിരിക്കും പാർട്ട് 3 നമ്മള് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പേപ്പർ 4 എന്ന് പറയുന്നത് മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനും പേപ്പർ 5 എന്ന് പറയുന്നത് മോണ്ടിസോറി തിയറി മെത്തേഡ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് പേപ്പർ 4 രണ്ട് ചാപ്റ്റേഴ്സ്, 3 ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. ഡോക്ടർ മരിയ മോണ്ടിസോറി, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ, സൊസൈറ്റി ഓഫ് കോഹെഷൻ അല്ലെ? 3 ചാപ്റ്റേഴ്സ് അല്ലേ എടുത്തിരിക്കുന്നത്, 3 യൂണിറ്റുകൾ. സോ ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷനും സൊസൈറ്റി ഓഫ് കോഹെഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുന്നുണ്ടോ നിങ്ങള്? ഓക്കെ. അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്ത് പറ്റാണ് ടൈപ്പ് ചെയ്തും കൂടി അയക്കാൻ നോക്കുക കേട്ടോ. ആദ്യം നിങ്ങൾ മോക്ക് ടെസ്റ്റിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് ലവ് ഓഫ് സൈലൻസ് മീൻസ്? വാട്ട് ഡസ് ലവ് ഓഫ് സൈലൻസ് മീൻസ്? എന്താണ് ലവ് ഓഫ് സൈലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ചിൽഡ്രൻസ് കോൺസെൻട്രേറ്റ് ബെറ്റർ ഇൻ പീസ്ഫുൾ സറൗണ്ടിങ്സ്. കുട്ടികൾക്ക് അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വന്നു. അവർ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവർക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അവർക്ക് പീസ്ഫുൾ സറൗണ്ടിങ്, അവരുടെ മൈൻഡ് അവർക്ക് നല്ല രീതിയിൽ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ചിൽഡ്രൻസ് കോൺസെൻട്രേറ്റ് better in peaceful surroundings. ഓക്കെ ആണോ? ഇതാണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. വാട്ട് ഡസ് ലവ് ഓഫ് സൈലൻസ് മീൻസ്? ചിൽഡ്രൻസ് കോൺസെൻട്രേറ്റ് ബെറ്റർ ഇൻ പീസ്ഫുൾ സറൗണ്ടിങ്സ്. കുട്ടികളെ ഏത് മെത്തേഡാണ് കുറച്ചുകൂടി റിയൽ ചോയ്സ് റാദർ ദാൻ ക്യൂരിയോസിറ്റി? റിയൽ ആയിട്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് മെത്തേഡാണ്? കുട്ടികൾക്ക് സ്വയമേ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു, ഫ്രീഡം ഓഫ് ചോയ്സ്, ഫ്രീഡം, ഓരോ കാര്യങ്ങൾക്കും ഫ്രീഡം അലൗ ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? മോണ്ടിസോറി മെത്തേഡ്. ഓക്കെ, മോണ്ടിസോറി മെത്തേഡ് ആൻഡ് എൻവയോൺമെന്റ്. ഇനി ഞാൻ താഴെ പറയുന്നതിൽ ഏതാണ് നോർമലൈസ്ഡ് ചിൽഡ്രന്റെ ക്യാരക്ടർ എന്ന് പറയണം. വാട്ട് ആർ നോർമലൈസ്ഡ് ചിൽഡ്രൻ ഡിസ്ക്രൈബ്ഡ് ആസ് എന്നാണ് ക്വസ്റ്റ്യൻ. ലേസി ആൻഡ് ഡിസ്ഇൻട്രസ്റ്റഡ്, റിമാർക്കബിളി ഒബീഡിയന്റ് ആൻഡ് ഫോക്കസ്, ടോക്റ്റീവ് ആൻഡ് ക്യൂരിയസ്, ഓൾവേസ് നീഡഡ് സൂപ്പർവിഷൻ. What are normalized children described as എന്നാണ് ക്വസ്റ്റ്യൻ. ലേസി ആൻഡ് ഡിസ്ഇൻട്രസ്റ്റഡ് ആണോ? മടിയന്മാരാണോ നോർമലൈസ്ഡ് കുട്ടികള്? അല്ല. അല്ല. റിമാർക്കബിളി ഒബീഡിയന്റ് ആണോ? ഫോക്കസ്ഡ് ആണോ? അതെ. ഫോക്കസ്ഡ് അല്ലേ? ഫോക്കസ്ഡ് അല്ലേ? ഫോക്കസ്ഡ് ആണ്.
റിമാർക്കബിളി ഒബീഡിയൻ, നല്ല ഒബീഡിയൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ സ്ട്രിക്റ്റ്ലി അല്ല എന്ത് ചെയ്യുന്നത്, മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒബീഡിയൻസ് കൊടുക്കുന്നത്. നമ്മളെ കുട്ടികൾ നോർമലി ഒബീഡിയന്റ് ആയിട്ട് അവിടെ ഉള്ള അറ്റ്മോസ്ഫിയറിലേക്ക് എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾ നോർമലി ഒബീഡിയന്റ് ആയിട്ട് മാറാണ്. ബട്ട് ഡസ് സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ ഷോൺ ഇൻ ചിൽഡ്രൻസ്? സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദേ റിമെയിൻസ് ഡിസിപ്ലിൻ. അവർ ടീച്ചർ ഇല്ലെങ്കിൽ പോലും ആ ക്ലാസ് ഡിസിപ്ലിൻ ആയിട്ടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും നോർമലൈസ് ചിൽഡ്രൻസിന്റെ ക്ലാസ്. ഇനി എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അക്കോർഡിംഗ് ടു നോർമലൈസേഷൻ വാട്ട് ഈസ് ദ വൺ ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ലിബർട്ടി? ലിബർട്ടിയുടെ ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറയുന്ന പോയിന്റിൽ ഏതാണ് നിങ്ങൾക്ക് ഓപ്ഷൻ എന്ന് വെച്ചാൽ തമ്പയച്ചാലും മതി, പറയണമെന്നില്ല, വോയിസ് അയക്കണമെന്നില്ല, ജസ്റ്റ് തമ്പയച്ചാലും മതി. ഓക്കെ, അക്കോർഡിംഗ് ടു നോർമലൈസേഷൻ what is the one of the fruit of liberty? Fear of punishment, strict discipline, spontaneous self-discipline. Okay, spontaneous self-discipline. Okay അല്ലേ? നമ്മൾ കൊടുക്കുന്ന ലിബർട്ടിയുടെ ഫലമാണ് എന്ത്? കുട്ടികളിൽ കാണുന്ന സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളത്. ഓക്കെ, what are the 3 classes of deviated children? നമ്മള് ടെക്സ്റ്റ് ബുക്കില് നമ്മൾ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷനിൽ നമ്മൾ 3 ക്ലാസ്സസ് ഓഫ് ഡീവിയേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഓർമ്മയുണ്ടോ? 3 ക്ലാസ്സസ് ഓഫ് ഡീവിയേഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അത് ഏതൊക്കെ ക്ലാസ്സസ് ആണ്? naughty children, weak children, bright children. വീക്ക് ചിൽഡ്രൻ ആൻഡ് ബ്രൈറ്റ് ചിൽഡ്രൻ 3 ക്ലാസ്സസ് ആണ്. നോക്കി വെക്കുക കേട്ടോ. ഇനി ഡിഫൻസ് ലൈ എന്തുകൊണ്ടാണ് കുട്ടികൾ പറയുന്നത്? നമ്മൾ ലൈസ് എന്ന് പറയുന്ന പോർഷൻ ഒരാളും കൂടി സെമിനാർ എടുക്കാണ്ടായിരുന്നോ? ഇല്ലേ? ലൈസിന്റെ പോർഷൻ എടുത്തിട്ടുണ്ടോ സെമിനാർ? ഒരാളും കൂടി എടുക്കാനുണ്ടായിരുന്നു. ആരാണെന്ന് നോക്കട്ടെ കേട്ടോ. ഇത് ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ മേ ബി ഞാൻ സെമിനാറിനുള്ള ടൈം തരാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോ ഡിഫൻസ് ലൈ എപ്പോഴാ പറയുന്നത്? ഫോർ അവോയ്ഡ് പണിഷ്മെന്റ്സ്. മുതിർന്നവരെ പേടി കാരണം അല്ലെങ്കിൽ പണിഷ്മെന്റ് ഒന്നും കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഏത് ലൈ പറയുന്നത്? ഡിഫൻസ് ലൈ എപ്പോഴും പറയുന്നത്. ഓക്കെ, അമീഷ ഇല്ല, ഓക്കെ കുഴപ്പമില്ല. ദെൻ സോഷ്യൽ ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വ്യക്തിയോട് ആ ഒരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണ്ട, മോശമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വിഷമം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഏത് പറയുന്നത്? സോഷ്യൽ ലൈ പറയുന്നത്. ഫാന്റസി ലൈ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി സ്റ്റോറീസ് ആയിരിക്കും അല്ലെ, ഭയങ്കരമായിട്ട് ഫാന്റസിക് ആയിട്ടുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പറയും. ഇതാണ് ഫാന്റസി ലൈയിൽ വരുന്നത്. ഞാൻ ജസ്റ്റ് അത് ഷെയർ ചെയ്തേക്കാട്ടെ PDF. ജസ്റ്റ് മാത്രം പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഫാന്റസി ലൈസ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ സ്പിരിച്വൽ ലൈഫ് എന്ന് വെച്ചാൽ ആത്മീക നുണകളാണ്. നമ്മള് ഓരോ കുട്ടികളെ വിശ്വസിച്ച് വരുന്ന, അല്ലെങ്കിൽ അവർ വളർന്നു വരുന്ന ആ ഒരു എൻവയോൺമെന്റും ഇതുകൊണ്ടും അവര് ആ ഒരു സ്പിരിച്വൽ ലൈഫിൽ വിശ്വസിച്ച് പോകുന്നതാണ്. മേ ബി അവരെന്തായിട്ട് മാറും? മേ ബി അവർ ആ ഒരു കാര്യത്തില് കൂടുതലായിട്ട് വിശ്വസിക്കാൻ തുടങ്ങും. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഫാന്റസി ലൈസ് ആണ് പറഞ്ഞത് അല്ലെ, സ്പിരിച്വൽ ലൈസും പറഞ്ഞു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈസ് ഉണ്ട്, നന്നായിട്ട് നോക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു ലൈയെങ്കിലും ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴെങ്കിലും ചോദിക്കും, ഒരു ലൈയെങ്കിലും ചോദിക്കും. ഇനി ഇതിൽ വൈറ്റ് ലൈസ് എന്ന് പറയുന്ന ഒരു ലൈ ഉണ്ട് കേട്ടോ. ഏതിനെയാണ് വൈറ്റ് ലൈസ്, ലിറ്റിൽ വൈറ്റ് ലൈസ് എന്ന് പറയുന്നത്? സോഷ്യൽ ലൈ. സോഷ്യൽ ലൈനെയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്ന ഏജ് ഏതാണ്? ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്ന ഏജ് ആണ്
ഒരു കുട്ടി ബർത്ത് ടു 6 years വരെയാണ് കൂടുതലായിട്ട് ഡീവിയേഷൻസ് കുട്ടികളിൽ കാണുന്നത്. ബർത്ത് ടു 6 years ആണ് ഡീവിയേഷൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കേട്ടോ. അതൊന്ന് നോക്കി വെക്കാം. ഇപ്പോ ഒരു എന്താ പറയാ, ഈ നമ്മൾ ഈ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കുട്ടികളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യും, സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും, ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യും, ഒബീഡിയൻസ്, സെൽഫ് റെസ്പെക്ട്, റെസ്പെക്ട് ഫോർ അതേഴ്സ്, മ്യൂച്വൽ ഹെൽപ്പ്, മോറൽ ഹെൽപ്പ്, ഇതുപോലുള്ള ക്വാളിറ്റീസും കാര്യങ്ങളും കുട്ടികളുടെ ഡെവലപ്പ് ചെയ്യും. ഈ നോർമലൈസേഷൻ ആൻഡ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്ന 2 ചാപ്റ്ററിലായിട്ട് നോർമലൈസ്ഡ് കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. നന്നായിട്ട് നോക്കി വെക്കാം. Then, what does Montessori classroom become when children are normalized? നമ്മൾ ഒരു ക്ലാസ് റൂമിൽ കുട്ടികളെല്ലാവരും നോർമലൈസ്ഡ് ആയിട്ട് മാറി. ആ കുട്ടികളെ പറയുന്ന പേരെന്താണ്? നോർമലൈസ്ഡ് കുട്ടികളുടെ കൂട്ടത്തിൽ പറയുന്ന പേര് സൊസൈറ്റി ഓഫ് കൊഹീഷൻ. സൊസൈറ്റി ഓഫ് കൊഹീഷൻ. ഓക്കെ. സൊസൈറ്റി ഓഫ് കൊഹീഷന്റെ മറ്റൊരു നെയിം? സൊസൈറ്റി ഓഫ് കൊഹീഷന്റെ മറ്റൊരു നെയിം? അറിഞ്ഞൂടാ. സൊസൈറ്റി ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ. നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറയും. അത് പറയും. 2 പേര് പറയുന്നുണ്ട്. നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറയും, പിന്നെ സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയും. അതേപോലെ മറ്റൊരു പേര് കൂടി സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ. ഓക്കേടാ, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ്. അപ്പൊ നമ്മള് നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ കൂട്ടത്തിൽ പറയുന്ന മറ്റൊരു പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഈസ് ഓൾസോ നോൺ ആസ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. വാട്ട് നാച്ചുറൽ ക്വാളിറ്റി ഹെൽപ് ദ ചിൽഡ്രൻ അറ്റൈൻ കൊഹീഷൻ? നമുക്ക് കൊഹീഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം നാച്ചുറൽ ക്വാളിറ്റീസ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? ലവ്, സിമ്പതി ഓർ എംപതി, ഫീലിംഗ് ഫോർ അതേഴ്സ്, മറ്റുള്ളവരുടെ ഫീലിങ്സ് നമ്മൾ റെസ്പെക്ട് ചെയ്യാം. മറ്റുള്ളവരോടുള്ള ആ ഫീലിങ്സും കാര്യങ്ങളും അവരുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ നാച്ചുറൽ ക്വാളിറ്റീസും കാര്യങ്ങളും എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യുന്ന പറയണേ. വാട്ട് ഈസ് പ്രൊമോട്ടഡ് ഇൻസ്റ്റെഡ് ഓഫ് കോമ്പറ്റീഷൻ മോണ്ടിസോറി ക്ലാസ് റൂം? നമ്മള് കോമ്പറ്റീഷന് പകരം പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്താണ്? മോണ്ടിസോറി ക്ലാസ് റൂമിൽ കോമ്പറ്റീഷന് പകരം നമ്മൾ എന്താണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്? അറിയാവോ? നമ്മള് കോമ്പറ്റീഷൻ ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നില്ല? അലോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കോമ്പറ്റീഷന് പകരം നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഹെൽപ്പിംഗ് വൺ അനദർ, പരസ്പരമുള്ള സഹായമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മ്യൂച്വൽ ഹെൽപ്പ്, മോറൽ ഹെൽപ്പും കാര്യങ്ങളാണ് നമ്മൾ കോമ്പറ്റീഷന് പകരം നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പെർമിറ്റ് ചെയ്യുന്നില്ല. മറ്റു 2 കാര്യങ്ങൾ പെർമിറ്റ് ചെയ്യുന്നില്ല. ഏതാണത്? അറിയാവോ? റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് റിവാർഡ്സോ പണിഷ്മെന്റോ കൊടുക്കുന്നില്ല. ഇപ്പൊ ഗിഫ്റ്റോ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ പണിഷ്മെന്റും കൊടുക്കുന്നില്ല. ഒരു കുട്ടി ഒരു വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെന്ത് ചെയ്യുന്നില്ല? പണിഷ്മെന്റ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. റിവാർഡും പണിഷ്മെന്റും നമ്മൾ കൊടുക്കുന്നില്ല. അതേപോലെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാത്ത മറ്റൊരു കാര്യമാണ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ശ്രദ്ധിക്കണം കേട്ടോ. അതിന് പകരം നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് മ്യൂച്വൽ ഹെൽപ്പ് ആണ്. കാരണം ഓൾറെഡി കുട്ടികൾ തമ്മിൽ കോമ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ കുട്ടികൾ തമ്മിൽ നല്ല രീതിയിൽ ഒരു കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. വാട്ട് ഈസ് ദ ഔട്ട്കം ഓഫ് ചിൽഡ്രൻ വർക്കിംഗ് ഇൻ മോണ്ടിസോറി എൻവയോൺമെന്റ്? മോണ്ടിസോറി എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ താഴെ പറയുന്നതിൽ ഏത് കാര്യമാണ് സംഭവിക്കുന്നത്? ഫോഴ്സ്ഡ് ഒബീഡിയൻസ്, കോപ്പറേഷൻ, കൺഫ്യൂഷൻ, none of the above. ഫോഴ്സ്ഡ് ഒബീഡിയൻസ്, കോപ്പറേഷൻ. കുട്ടികൾ തമ്മിൽ നല്ല രീതിയിൽ കോപ്പറേഷൻ ഉണ്ടാവും. ഇനി സപ്പോസ് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ചിലപ്പോ എല്ലാ മോണ്ടിസോറി എൻവയോൺമെന്റിൽ എല്ലാ ടൈപ്പ് മെറ്റീരിയൽസും 2 ടൈപ്പ് ഉണ്ടാവണം എന്നില്ല. ഇപ്പൊ പിങ്ക് ടവർ ആയപ്പോഴത്തെ ബ്രൗൺ സ്റ്റെയർ അവിടെ ചിലപ്പോൾ ഒരു പീസേ ഉണ്ടാവണമെന്നുള്ളൂ, ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽ ഉണ്ടാവണമെന്നുള്ളൂ. അപ്പൊ എല്ലാ കുട്ടികളും ഇത് യൂസ് ചെയ്യണമെന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു കുട്ടി അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മറ്റേ കുട്ടിക്ക് അത് വേണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം.
വെയിറ്റ് ചെയ്യണം. അവന്റെ ടേൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പൊ അവനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. അത് ഏതാണ്? പേഷ്യൻസ്. പേഷ്യൻസോടുകൂടി ക്ഷമ ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാത്തൊരു കാര്യമാണ് അല്ലെ. പേഷ്യൻസ് ഒട്ടുമില്ല, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, പേഷ്യൻസ് കുറവാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നല്ല പേഷ്യൻസോട് കൂടി ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മെറ്റീരിയൽ വർക്ക് കംപ്ലീറ്റ് ആവുന്നവരെയും നമ്മൾ എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്യുന്നു. ഇനി what is the result when children in Montessori classroom practice patience and respect? നമ്മൾ പേഷ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ വർക്ക് റെസ്പെക്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ ഏത് ക്വാളിറ്റി ആണ് അല്ലെ, ഏത് ക്യാരക്ടർ ആണ് കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത്? ഞാൻ ഓപ്ഷൻസ് പറയാം. ഡിസൊബീഡിയൻസ്, അഗ്രഷൻ, ഡിസിപ്ലിൻ, ലേസിനെസ്. ഡിസിപ്ലിൻ. ഓക്കെ, ഡിസിപ്ലിൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു കുട്ടി നമ്മുടെ സോഷ്യൽ ഇതില് social sentiments in children arise when they work dash. എന്നോട് ക്വസ്റ്റ്യൻ വായിക്കാം. സോഷ്യൽ സെന്റിമെന്റ്സ് ഇൻ ചിൽഡ്രൻസ് അറൈസ് വെൻ ദേ വർക്ക്. അവര് ഡാഷ് രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവരിൽ സോഷ്യൽ സെന്റിമെന്റ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഈസ് ഐസൊലേറ്റഡ്, സെക്കൻഡ് വൺ ഈസ് ഇൻ എ ഗ്രൂപ്പ്, തേർഡ് വൺ ഈസ് നോർമലൈസ്ഡ് ക്ലാസ് റൂം, ഫോർത്ത് വൺ ഈസ് നൺ ഓഫ് എബോ. In a group. ഇൻ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ക്വാളിറ്റീസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യും അല്ലെ. പേഷ്യൻസ്, സോഷ്യൽ സെന്റിമെന്റ്സ്, മറ്റുള്ളവരുടെ വർക്കിനെ റെസ്പെക്ട് ചെയ്യണം, അങ്ങനെയുള്ള ക്വാളിറ്റീസ് നമ്മളുടെ ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതാണ്. Then what value do children learn by waiting for their turn in using materials? അപ്പോ അവരുടെ ടേൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതിലൂടെ അവരിൽ ഡെവലപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വാല്യൂ എന്താണ്? ആ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും വേറെ രീതിയിൽ ചോദിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഏത് വാല്യൂ ആണ്? ഞാൻ ഓപ്ഷൻസ് പറയാം. അഗ്രഷൻ, പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട്, സ്പീഡ്, ദി ഇൻഡിഫറൻസ്. Patience and respect. ഓക്കെ, പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട് ഡെവലപ്പ് ചെയ്യും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് മോണ്ടിസോറി ഡിസിപ്ലിൻ? താഴെ പറയുന്നതിൽ ഏതാണ് മോണ്ടിസോറി ഡിസിപ്ലിൻ ആയിട്ട് പറയുന്നത്? ഇറ്റ് ഈസ് എ ഫോഴ്സ്ഡ് ആൻഡ് സ്ട്രിക്റ്റ്. മോണ്ടിസോറി ഡിസിപ്ലിൻ ഫോഴ്സ്ഡ് ആൻഡ് സ്ട്രിക്റ്റ് ആണോ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പണിഷ്മെന്റ് ബേസ്ഡ് ആണോ? ഇറ്റ് ഈസ് ആൻ ഇന്നർ ആൻഡ് വോളണ്ടറി. കുട്ടികളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, ഇന്നർ ആൻഡ് വോളണ്ടറി ആണ്. ആൻഡ് ഓപ്ഷൻ ഡി, ഇറ്റ് ഈസ് ഇഗ്നോർഡ്. ഇതിൽ ഏത് ഓപ്ഷൻ? Inner and voluntary. ഇന്നർ ആൻഡ് വോളണ്ടറി ആണ്. ഓക്കെ. ഹൗ ഈസ് ഹാർമണി എൻകറേജ്ഡ് ഇൻ മോണ്ടിസോറി ക്ലാസ് റൂം? നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഹാർമണി എൻകറേജ് ചെയ്യുന്നത്? ത്രൂ പണിഷ്മെന്റ്. ഹാർമണി എന്ന് വെച്ചാൽ ഐക്യമാണ് കേട്ടോ. ത്രൂ പണിഷ്മെന്റ്, ത്രൂ കോമ്പറ്റീഷൻ, റെസ്പെക്ടിങ് അതേഴ്സ് വർക്ക്, സ്പീഡ്. ത്രൂ സ്പീഡ്. Respecting other work. Respecting others. അതേഴ്സ് വർക്ക്. ഓക്കെ. ദെൻ മൂവ്മെന്റ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ? ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവാം. നിങ്ങൾക്ക് ഏതാണ് ആൻസർ എന്ന് തോന്നുന്ന ഓപ്ഷൻ പറഞ്ഞാൽ മതി. കറക്റ്റ് ആണ് ഞാൻ പറയാം. അക്കോർഡിംഗ് ടു മോണ്ടിസോറി, വാട്ട് ഈസ് മൂവ്മെന്റ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത്? അക്കോർഡിംഗ് ടു മോണ്ടിസോറി, വാട്ട് ഈസ് ദ മൂവ്മെന്റ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത്? ഇമോഷൻ, ഫിസിക്കൽ ഗ്രോത്ത്, ഡെവലപ്പിംഗ് മൈൻഡ്, പ്ലേ. ഇതിൽ ഏതാണ് മൂവ്മെന്റ്സ് ആയിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ളത്? ഫിസിക്കൽ ഗ്രോത്ത് അല്ല കേട്ടോ. ഫിസിക്കൽ ഗ്രോത്ത് അല്ല ഓപ്ഷൻ. ഫിസിക്കൽ ഗ്രോത്ത് വേണ്ട. ഇമോഷൻസ്, ഗ്രോത്ത്, ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ്, പ്ലേ. Development of mind ആണോ മാം? ഡെവലപ്മെന്റ്, നമ്മുടെ മൂവ്മെന്റ്സും നമ്മുടെ മൈൻഡും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്, ക്ലോസ്ലി കണക്റ്റഡ് ആണ്. സോ നല്ല രീതിയിൽ മൂവ്മെന്റ്സും കാര്യങ്ങളും ഉള്ള കുട്ടികളാണെങ്കിൽ, സ്പോർട്സിലും ഡാൻസ് പ്രോഗ്രാംസിലൊക്കെ നല്ല രീതിയിൽ പങ്കെടുക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടെ മെന്റൽ ഡെവലപ്മെന്റും ഹൈ ആയിരിക്കും. കമ്പയർ ടു മറ്റു കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഐ ഹാൻഡ് കോർഡിനേഷൻ വളരെ കൂടുതലാണ്. എവിടെ? ഡാൻസിലൊക്കെ നമ്മൾ എപ്പോഴും പറയില്ലേ, ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പെർഫോം ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല സ്കില്ലും കാര്യങ്ങളും വേണം, അടവുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ അവർക്ക് ഐ ഹാൻഡ് കോർഡിനേഷൻ, അവരെ ഐയും ഹാൻഡ് കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് തന്നെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിലും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഐ ഹാൻഡ് കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കണ്ണും
കൈയും ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡസ് ദ ചൈൽഡ് യൂസ് ടു ബ്രിങ് അബൌട്ട് കോർഡിനേഷൻ? കോർഡിനേഷൻ ബ്രിങ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, ടൂൾസ്, ഗെയിംസ്, മൂവ്മെന്റ്സ് ആൻഡ് ആക്ടിവിറ്റി, ഇൻസ്ട്രക്ഷൻസ്. മൂവ്മെന്റ്സ് ആൻഡ് Movements ആക്ടിവിറ്റി and ആണോ? activities. Okay. What two qualities go hand in hand with the freedom of movements? What two qualities go hand in hand with the freedom of movements? രണ്ട് ക്വാളിറ്റീസ് നമ്മൾ ഹാൻഡ് ഇൻ ഹാൻഡ് നമ്മൾ കൈ നമ്മളെന്ന് വെച്ചാല് നമ്മൾ കൂടുതലായിട്ട് കൈ ഹാൻഡ് മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് വരുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? സൈലൻസ് ആൻഡ് ഒബീഡിയൻസ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ, പവർ ആൻഡ് സ്ട്രെങ്ത്, ഫ്രെയിം ആൻഡ് പോപ്പുലാരിറ്റി. ബി ആണോ മാം? റെസ്പോൺസിബിലിറ്റി ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. അതെ, ഓക്കെ. വാട്ട് ഈസ് ദ വൺ ഓഫ് ദ നെഗറ്റീവ് കോൺസിക്വൻസ് ഓഫ് റിസ്ട്രിക്റ്റഡ് മൂവ്മെന്റ്സ്? നമ്മളിപ്പോ ഒരു കുട്ടീനെ മൂവ്മെന്റ്സ് റെസ്ട്രിക്ട് ചെയ്യാണ്, സപ്പോസ് ആ കുട്ടീനോട് കാര്യങ്ങളൊന്നും മൂവ് ചെയ്യണ്ട, പുറത്തുനിന്ന് പോയി കളിക്കണ്ട എന്നൊക്കെ പറയുകയാണെങ്കിൽ കുട്ടിക്ക് വരുന്നൊരു എന്താണ് നെഗറ്റീവ് കോൺസിക്വൻസ് എന്താണെന്നാ ചോദിക്കണേ. ഇൻക്രീസ്ഡ് എനർജി സപ്ലൈ, ഇംപ്രൂവ്ഡ് കോൺസെൻട്രേഷൻ, സൈക്കിക് ഡിപ്രഷൻ, എൻഹാൻസ്ഡ് മസിൽസ് ഡെവലപ്മെന്റ്. Psychic depression. എൻഹാൻസ് മസിൽസ്. ഇല്ലടാ, നെഗറ്റീവ് കോൺസിക്വൻസ് അല്ലേ ചോദിച്ചത്. അപ്പൊ സൈക്കിക് ഡിപ്രഷൻ ആണ്, കാരണം അത് മെന്റലി അത് അഫക്ട് ചെയ്യും അവരെ. അവർക്കൊരു കാര്യം ചെയ്യാനും ഉന്മേഷവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ടെൻഡൻസി ഞാൻ എടുക്കുന്നില്ല, കാരണം ടെൻഡൻസി ടീച്ചർ എങ്ങനെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് ഞാൻ ടെൻഡൻസിയിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നില്ല. മിൽട്രോസ് മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അനുസരിച്ച് നിങ്ങൾ നോക്കിയാൽ മതി. ഇനി അൾട്ടിമേറ്റ് റിസൾട്ട് ഓഫ് മൂവ്മെന്റ്സ് ഇൻ എ ചൈൽഡ് ഡെവലപ്മെന്റ്. ഒരു കുട്ടിയുടെ ചൈൽഡ് ഡെവലപ്മെന്റ് മൂവ്മെന്റ്സിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട്, മൂവ്മെന്റ്സിലൂടെ കുട്ടി എന്തായിട്ട് മാറും എന്നാണ് ചോദിക്കുന്നത്. ഇൻക്രീസ്ഡ് അഗ്രഷൻ, സോഷ്യൽ വിഡ്രോവൽസ്, നോർമലൈസേഷൻ, റെഡ്യൂസ്ഡ് കോഗ്നിറ്റീവ് എബിലിറ്റീസ്. ഇതിൽ ഏത് ക്വാളിറ്റി ആണ് മൂവ്മെന്റ്സിലൂടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ കുട്ടികൾ അക്യൂർ ചെയ്യുന്നത്? Normalization. നോർമലൈസേഷൻ ആണ്. അപ്പൊ നോർമലൈസേഷനും മൂവ്മെന്റ്സും തമ്മിൽ ക്ലോസ്ലി കണക്ഷൻ ഉണ്ട് കേട്ടോ. നോർമലൈസ്ഡ് ചൈൽഡ് ആവണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളും വേണം, ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു 2 ചാപ്റ്റേഴ്സ് നോക്കി. ഇനി നമ്മൾ നോക്കാത്തൊരു ചാപ്റ്റർ ആണ് ഏതാണ്? മരിയ മോണ്ടിസോറി അല്ലേ? ഡോക്ടർ മരിയ മോണ്ടിസോറി. വൺ മിനിറ്റ് ഞാൻ ആ ബുക്ക് ഒന്ന് എടുക്കട്ടെ കേട്ടോ. 1 മിനിറ്റ്. ആ ചാപ്റ്റർ ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ. പേജ് നമ്പർ 81 ആണ് പറയുന്നത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ. ഞാൻ ബുക്ക് എടുത്തിട്ട് വരാം.
ഓക്കെ കേട്ടോ, നോക്കാം. According to Maria Montessori observation, the child aims of the aim of the child's work is. According to Maria Montessori observation, നമ്മുടെ Maria Montessori observation അനുസരിച്ച് ഒരു കുട്ടിയുടെ വർക്ക് ചെയ്യുന്നതിന്റെ എയിം എന്താണ്, ലക്ഷ്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഓപ്ഷൻസ് പറയാം, നിങ്ങൾക്ക് അതിൽ ഏതാണോ ഓപ്ഷൻ കറക്റ്റ് എന്ന് തോന്നുന്നേ അപ്പൊ തമ്പയച്ചാൽ മതി. To satisfy parents, to compete with others, self-construction and concentration. Okay. Self-construction and concentration ആണ് മരിയ മോണ്ടിസോറി കുട്ടികൾ വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് ഡെവലപ്പ് ചെയ്യുന്ന എന്താ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. The Montessori method of education was developed mainly from her observation of. മോണ്ടിസോറിയുടെ മെത്തേഡ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. മെയിൻ ആയിട്ട് മരിയ മോണ്ടിസോറി ഒബ്സർവേഷൻ ആണ്. അത് എന്തിനാ റിലേറ്റ് ചെയ്യുന്നതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് പറയാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, ഓപ്ഷൻസ് പറയാം. ടീച്ചേഴ്സ് ഇൻ ക്ലാസ് റൂം ആണോ? ടീച്ചേഴ്സിന്റെ അഭിപ്രായങ്ങളൊക്കെ നോക്കിയിട്ടാണോ? അല്ല. ഹൗ ചിൽഡ്രൻ നാച്ചുറലി ലേൺ. നെക്സ്റ്റ് ഓപ്ഷൻ experiments in labs. Traditional education practice. Option B. പറഞ്ഞോടാ. Option B. Okay. How do children naturally learn? എങ്ങനെയാണ് കുട്ടികൾ നാച്ചുറൽ ആയിട്ട് ഓരോ കാര്യങ്ങളും ലേൺ ചെയ്യുന്നത് എന്നാണ്. ഓക്കെ. ഇനി ഫസ്റ്റ് സ്കൂൾ എവിടെയാ സ്റ്റാർട്ട് ചെയ്തേ? Casadi Babili. കാസാദി ബാബിലി സ്കൂളിന്റെ പേരാ പറഞ്ഞത്. എവിടെയാ സ്റ്റാർട്ട് ചെയ്തേ പ്ലേസ്? സാൻ ലറൻസോ അല്ലെ? ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കാൻ പോവാണ്. അക്കോർഡിംഗ് ടു മോണ്ടിസോറി, വിച്ച് ഓഫ് ദ ഫോളോയിങ് is not a role of adult in child's learning process. മോണ്ടിസോറിനെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ നോട്ട് എ റോൾ എന്താണ്, അഡൾട്ട്സിന്റെ റോള് അല്ലാത്തത് ഏതാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ റോൾ അല്ലാത്തത് ഏതാണ്? ഓരോന്ന് വായിക്കാം. ടു പ്രിപ്പയർ എൻവയോൺമെന്റ്, അത് റോളല്ലേ? കുട്ടികൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യണം. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യല്ലേ? ടു ആക്ട് ആസ് എ ഗൈഡ് ഫോർ ദ ചൈൽഡ്. കുട്ടിക്ക് വേണ്ടി ഒരു ഗൈഡ് ആയിട്ട് ആക്ട് ചെയ്യാം. ടു ഇമ്പോസ് സ്ട്രിക്ട് ഡിസിപ്ലിൻ. And to support the child independence. ഇതിൽ ഏതാണോ അതിൽ പെടാത്തത്? Option C ആണോ? ഇമ്പോസ് സ്ട്രിക്ട് ഡിസിപ്ലിൻ ആണ് ഇതിൽ വരാത്തത് അല്ലെ? മോണ്ടിസോറി കുട്ടികളെ പറയുന്നത് ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒരു സ്പിരിച്വൽ എംബ്രിയോ ഉണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണം ആ കുട്ടിയുടെ ഉള്ളിലുള്ള ഒരു കഴിവും കാര്യങ്ങളൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കണം അല്ലെ? അത് ചിലപ്പോ നമ്മളുടെ കാര്യത്തിലായാലും ചിലപ്പോൾ നമ്മളുടെ കഴിവുകൾ ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയണമെന്നില്ല. ചിലപ്പോൾ നല്ല കഴിവുകളൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും നമുക്ക് കഴിവൊന്നും ഇല്ല എന്ന് വിചാരിക്കും. പക്ഷെ അത് കണ്ടെത്തുകയും അതിനെ നല്ല രീതിയിൽ പോളിഷ് ചെയ്യുകയും മുന്നോട്ട് കൊണ്ടുപോകാനാണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾക്കും ഉണ്ടാവും ചിലപ്പോ നന്നായിട്ട് വരയ്ക്കാനുള്ള കഴിവുകളോട് കുട്ടികളായിരിക്കും, നന്നായിട്ട് പാട്ട് പാടുന്നവരായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിവ് അത് കുട്ടികളുടെ കഴിവുകൾ ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ അത് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാണ് വേണ്ടത്. ഇനി ചേട്ടാ നോട്ട്സുകളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വേറെയും ഉണ്ട്, ഞാൻ നോക്കട്ടെ കേട്ടോ.
ഓക്കെ, നോക്കാട്ടാ, ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാം. വാട്ട് വാസ് ഡോക്ടർ മരിയ മോണ്ടിസോറിസ് പ്രൊഫഷൻ ബിഫോർ ഷീ ബിക്കം ആൻ എഡ്യൂക്കേറ്റർ? ഒരു എഡ്യൂക്കേറ്റർ ആവുന്നതിന് മുമ്പ് എന്തായിരുന്നു മരിയ മോണ്ടിസോറിയുടെ പ്രൊഫഷൻ? ഓപ്ഷൻ എ ലോയർ, ഓപ്ഷൻ ബി പൊളിറ്റീഷ്യൻ, ഓപ്ഷൻ സി ഫിസിഷ്യൻ. നിങ്ങൾ കമ്പയച്ചോ കേട്ടോ. ഓപ്ഷൻ ഡി ആർക്കിടെക്ട്. ഏതായിരുന്നു ഓപ്ഷൻ? Physician. ഫിസിഷ്യൻ ആണ്. How did Maria Montessori involve her education philosophy? അത് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചാണല്ലോ പ്രാവശ്യം. ഓക്കെ. While working as a medical practitioner, what kind of children did Montessori have to manage? ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരുന്ന സമയത്ത് മോണ്ടിസോറി എങ്ങനെയുള്ള കുട്ടികളെ ആയിരുന്നു ആദ്യം ഹാൻഡിൽ ചെയ്തത്? First one is children with the physical disabilities. Feeble-minded children. Children with the wealthy family. Children who were gifted in art. ഏത് കുട്ടികളെയാണ് മരിയ മോണ്ടിസോറി ആദ്യം ഹാൻഡിൽ ചെയ്തത്? Feeble-minded. ആയിട്ടുള്ള കുട്ടികളെയാണ് ആദ്യം ഹാൻഡിൽ ചെയ്തത്. What did she find was the cause of medical breakdown in feeble-minded children? ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളിൽ മെയിൻ ആയിട്ടുള്ള കാരണം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഓപ്ഷൻസ് വായിക്കാം, അതിൽ ഏതാണോ നിങ്ങൾക്ക് കറക്റ്റ് ആണെന്ന് തോന്നുന്നത് തമ്പയച്ചാൽ മതി. ഫസ്റ്റ് വൺ ഈസ് പുവർ ഡയറ്റ്, lack of social interaction, dullness of sense. ഓക്കെ, ഡൾനെസ് ഓഫ് സെൻസ് ആണ്. കാരണം അവർക്ക് ഒട്ടും സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് സെൻസും കാര്യങ്ങളും ഒന്നും ഒട്ടും എന്ത് ചെയ്യുന്നില്ല, ഫീൽ ചെയ്യുന്നില്ല. അതൊക്കെയാണ് കാരണം. അഫോർഡബിൾ മൈൻഡഡ് ആയിട്ട് കുട്ടികളാവാൻ കാരണം അതാണ്. According to Montessori, what must adult do to help the child personality to develop? According to Montessori, what must adult to do help in child personality to develop? നോക്കാട്ടാ. ഫസ്റ്റ് തന്നെ ടേക്കൻ സോറി 1 മിനിറ്റ്, ആ ഒരു ക്വസ്റ്റ്യൻ വേണ്ട കേട്ടോ. സോറി, എന്റെ ഒരു മിസ്റ്റേക്ക് ആണ്, ഞാൻ ആ ക്വസ്റ്റ്യൻ പറഞ്ഞേ. അത് നിങ്ങൾ നോക്കണ്ട കേട്ടോ, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളതിൽ പറയാൻ പറ്റുള്ളൂ. ദ ടെസ്റ്റ്. Okay. The Montessori state that child is more interested in dash. The Montessori state that the child is more interested in dash. Option A, result. Option B, process of work. Option C, reward of work. Option D, punishment. ഏതാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം? ഓപ്ഷൻ എ, പ്രോസസ് ഓഫ് വർക്ക്. ഓപ്ഷൻ ബി ഏതാണ്? റിസൾട്ട് ആണോ? ഓപ്ഷൻ എ, പ്രോസസ് ഓഫ് വർക്ക് ആണോ? അതെ, മുതിർന്നവർക്കാണ് എൻഡ് റിസൾട്ടിനെ ഫോക്കസ് ചെയ്യുമ്പോൾ കുട്ടികൾ ഒരു പ്രോസസ്സിനെയാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് കേട്ടോ. The law does the child follows. The law that child follows. ഞാനിപ്പോ കുറച്ച് ലോസ് പറയും, അതിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ലോ ഏതാണെന്നുള്ളതാണ് പറയേണ്ടത്. എ ലോ ഓഫ് മിനിമം എഫേർട്ട്, എ ലോ ഓഫ് മാക്സിമം എഫേർട്ട്, ലോ ഓഫ് അഡൾട്ട്, ലോ ഓഫ് റിവാർഡ്. ഈ ഏതെങ്കിലും ഒരു ലോനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുട്ടികൾ ഫോളോ ചെയ്യുന്നത് ഏതാണിത്? Law of maximum effort. Maximum effort. Correct. Okay. What did Montessori believed about giving assistance to children? നമ്മൾ കൂടുതലായിട്ട് അസിസ്റ്റൻസ് കൊടുക്കുന്നതിലൂടെ മോണ്ടിസോറി എന്തായിരുന്നു വിശ്വസിച്ചിരുന്നത്, എന്താ ബിലീവ് ചെയ്തത്?
ഇറ്റ് വാസ് കീ ടു ഡെവലപ്മെന്റ്. അസിസ്റ്റൻസ് കൊടുക്കുന്നത് കീ ടു ഡെവലപ്മെന്റ് ആണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. ഇത് അറസ്റ്റ് ദ ഡെവലപ്മെന്റ്, ഇത് ഡെവലപ്മെന്റിനെ തടസ്സപ്പെടുന്നു എന്നാണോ? ഇറ്റ് വാസ് ഓൺലി നീഡഡ് ഫോർ സെൻസറി ട്രെയിനിങ്, ഇത് സെൻസറി ട്രെയിനിങ്ങിന് മാത്രം മതി. ഇറ്റ് വാസ് ദ റോൾ ഓഫ് ടീച്ചേഴ്സ് മെയിൻ റോൾ. ഇത് ഏതാണ് മോണ്ടിസോറി ബിലീവ് ചെയ്തിരുന്നത്? ഓപ്ഷൻ എ ആണോ? കീ ടു ഡെവലപ്മെന്റോ? എടാ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യനിൽ ഒരു വ്യത്യാസമുണ്ട്. മോണ്ടിസോറി ബിലീവ്ഡ് എന്താണ്? ശരിക്കും മനസ്സിലായില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, പറയാട്ടോ. വാട്ട് ഡസ് ബിലീവ് അബൌട്ട് ഗിവിംഗ് അസിസ്റ്റൻസ് ടു ചിൽഡ്രൻ? കുട്ടികൾ കൂടുതലായിട്ട് നമ്മൾ അസിസ്റ്റൻസ് കൊടുക്കുന്നതിലൂടെ എന്താണ് കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്നാണ്. നമ്മൾ എപ്പോഴും ഒരു കാര്യവും കുട്ടികളെ ചെയ്യിക്കാതെ നമ്മൾ തന്നെ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് വാസ് ദ കീ ടു ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് കൂട്ടോ? ഇല്ല. ഇറ്റ് അറസ്റ്റഡ് ദ ഡെവലപ്മെന്റ്. അത് അറസ്റ്റ് ചെയ്യോ? അതാണ് ആൻസർ. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും എല്ലാ കാര്യവും കുട്ടിക്ക് ചെയ്തു കൊടുക്കുന്നതിലൂടെ കുട്ടിയുടെ നോർമൽ വർക്കിങ്ങിനെ അത് അഫക്ട് ചെയ്യുന്നു. പ്രോപ്പർ ആയിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നോർമലി വർക്ക് ചെയ്യാനായിട്ട് പറ്റാതെ വരുന്നു. Okay. What did Dr. Maria Montessori call the child predetermined pattern of psychic unfolding? എന്താണ് മരിയ മോണ്ടിസോറി ഒരു പ്രീഡിറ്റർമിൻഡ് പാറ്റേൺ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവര് കുട്ടിയായിരിക്കുന്ന സമയത്ത് അവരുടെ സൈക്കിക് ഡെവലപ്മെന്റ് ആ ഒരു അവസ്ഥയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ് അവസ്ഥ എന്നാണ്. ഓപ്ഷൻ എ സ്പിരിച്വൽ എംബ്രിയോ, ഓട്ടോ എഡ്യൂക്കേഷൻ, ദ ലോ ഓഫ് മാക്സിമം എഫേർട്ട്, ദ സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ്. ഏതാണ് കുട്ടിയുടെ ആ ഒരു മൈൻഡിന്റെ അവസ്ഥ? സ്പിരിച്വൽ എംബ്രിയോ. നമ്മൾ എംബ്രിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭ്രൂണാവസ്ഥ അല്ലെ, എന്നുവെച്ചാൽ അത്രയും ഡെവലപ്മെന്റ് ഒന്നും സംഭവിക്കാത്തൊരു അവസ്ഥയെയാണ് നമ്മൾ സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത്. കാരണം കുട്ടിയുടെ മൈൻഡിന് ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടില്ല. ഈ ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ഏജ് ആണ് 3 to 6 years. സോ നമ്മൾ ഇമ്പോർട്ടന്റ്ലി ശ്രദ്ധിക്കേണ്ട ഒരു ടൈം പീരീഡും ഏതാണ്? 3 to 6 years ആണ്. Okay, what happen if two conditions, മെയിൻ ആയിട്ട് two conditions ഏതൊക്കെയാണ്? എൻവയോൺമെന്റ് ആൻഡ് ഫ്രീഡംസ് ആർ ആബ്സെന്റ്. നമുക്ക് കുട്ടിക്ക് വളരാനുള്ള എൻവയോൺമെന്റും ഇല്ല, കുട്ടിക്ക് ഫ്രീഡവും കൊടുക്കുന്നില്ലെങ്കിൽ താഴെ എന്ത് സംഭവിക്കും കുട്ടികളിൽ? ദ ചൈൽഡ് വിൽ ലേൺ ഫാസ്റ്റർ. കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുമോ? അവർക്ക് എൻവയോൺമെന്റും ഇല്ല, ഫ്രീഡവും ഇല്ലെങ്കിൽ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുമോ? ഇല്ല. The child personality will be retrained. Child personality will be retrained. ചൈൽഡിന്റെ പേഴ്സണാലിറ്റി മന്ദഗതിയിലാവും. അപ്പൊ അതാണ് ആൻസർ. Where was the first daycare center located? അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. എവിടെയാണ് ഫസ്റ്റ് സ്കൂൾ അല്ലെങ്കിൽ ഡേ കെയർ സെന്റർ മരിയ മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തത്? അറ്റ് ദ പ്ലേസ് കോൾഡ് സാൻ ലൊറൻസോ, അറ്റ് ഹെർ ഹോം, അംസ്റ്റർഡാം, പിന്നെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? സാൻ ലൊറൻസോ ആണ്, മറക്കരുത് കേട്ടോ. What is the name of first school started in 1907? 1907 ഫസ്റ്റ് സ്കൂളിന്റെ പേര് എന്തായിരുന്നു? സ്റ്റാർട്ട് ചെയ്ത സ്കൂളിന്റെ പേര് എന്തായിരുന്നു? കാസ ഡി ബാബിനി. Okay. What does Casa di Bambini means? എന്താണ് Casa di Bambini എന്ന് ഉദ്ദേശിക്കുന്നത്? മീനിങ്? The house of children. ഹൗസ് ഓഫ് ചിൽഡ്രൻ. ഓക്കെ, കറക്റ്റ് കേട്ടോ. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടോ? ഒരു സെന്റൻസ് ആണ് ആ ഒരു ചാപ്റ്റർ, അല്ല ആ ഒരു സെന്റൻസ് വന്നിരിക്കുന്നത്. 3 or 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഒറ്റ സെന്റൻസിൽ നിന്ന്. കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക കേട്ടോ. ഇനി എന്താണ് വാട്ട് വാസ് ദ കോർ പ്രിൻസിപ്പിൾ ഓഫ് മോണ്ടിസോറി തോട്ട്സ്? മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഏതാണ്? മോണ്ടിസോറി പ്രിൻസിപ്പിൾ ഏതാണ്? ഞാൻ താഴെ പറയുന്നത് ഏതാണ് മോണ്ടിസോറി പ്രിൻസിപ്പിൾസിൽ മെയിൻ ആയിട്ട് വരുന്നത്?
ഏതാണ്? സ്ട്രിക്റ്റ് അഡ്ഹറൻസ് ടു റൂൾ. സ്ട്രിക്റ്റ് അഡ്ഹറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൂൾസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ് ഓർ ഓട്ടോ എഡ്യൂക്കേഷൻ. കോമ്പറ്റീഷൻ ബിറ്റ്വീൻ സ്റ്റുഡൻസ്, ഓട്ടോ എഡ്യൂക്കേഷൻ അല്ലെ. സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഓട്ടോ എഡ്യൂക്കേഷൻ ആണ് മോണ്ടിസോറിയുടെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. മോണ്ടിസോറിയുടെ ബുക്സ് നോക്കണം. ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് ബൈ മോണ്ടിസോറി ഏതായിരുന്നു? അറിയോ? ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് ബൈ മോണ്ടിസോറി, ദ മോണ്ടിസോറി മെത്തേഡ് ആണ് കേട്ടോ. ഓക്കെ, അതിലുണ്ട്, ലിസ്റ്റിൽ പറയുന്നുണ്ട്. എന്നാലും ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് ബൈ മോണ്ടിസോറി ദ മോണ്ടിസോറി മെത്തേഡ് ആണ്. അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഈ ഡിസ്കവറി അറ്റ് കാസ ദി ബാബിനി, ആ ഒരു പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. വാട്ട് ഡിഡ് മോണ്ടിസോറി ഡിസ്കവർ ദ ചൈൽഡ് ആസ് യങ് ആസ് 3 years of age were able to do? 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഈ താഴെ പറയുന്നതിൽ ഏത് കാര്യം ചെയ്യാനാണ് ഏബിൾ ആയിട്ടുള്ളത്? താഴെ പറയുന്നതിൽ ഏത് ആക്ടിവിറ്റി അവർക്ക് ഈസിലി ചെയ്യാൻ പറ്റും? റീഡ് കോംപ്ലക്സ് ബുക്സ്, കോൺസെൻട്രേഷൻ, ടീച്ച് അതർ ചിൽഡ്രൻ, റൈറ്റ് ലോങ് എസ്സേ. അവർക്ക് ഏതൊരു ഏജ് മുതൽ എന്തോ ഒരു കാര്യം ചെയ്യാൻ പറ്റും? കോൺസെൻട്രേറ്റ് ദംസെൽഫ് അല്ലെ, മറ്റ് പുറത്തുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അവരുടെ മൈൻഡിനെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഏത് മെറ്റീരിയൽ ആണ് ഒരു കുട്ടിയിലാണല്ലോ മോണ്ടിസോറി ആ ഒരു ഒബ്സർവേഷൻ കണ്ടത്? വാട്ട് മെറ്റീരിയൽ വാസ് ദ 3-year-old child working with when Montessori first observed the deep concentration? ഡീപ് കോൺസെൻട്രേഷൻ ഒബ്സർവ് ചെയ്തില്ല ഒരു കുട്ടിയുടെ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന്. അത് ഏത് മെറ്റീരിയൽ ആയിരുന്നു ആ കുട്ടി യൂസ് ചെയ്തിരുന്നത്? സാൻഡ് പേപ്പർ ലെറ്റർ ആണോ മാം? ഓപ്ഷൻസ് വായിക്കാം എന്നിട്ട് ഗസ് ചെയ്തോ. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, ഓപ്ഷൻ ബി പിങ്ക് ടവർ, ഓപ്ഷൻ സി നോബിൾഡ് സിലിണ്ടേഴ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഏത് മെറ്റീരിയൽ ആയിരുന്നു ആ കുട്ടി റിപ്പീറ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? പിങ്ക് ടവർ. നോബിൾഡ് സിലിണ്ടർ. നോബിൾഡ് സിലിണ്ടേഴ്സ്. എത്ര ടൈംസ് ചെയ്തു? 42 42 times. ചോദിക്കുന്നുണ്ട് how many time did the child repeat the exercise with the noble cylinders? അത് ടൈം ചോദിക്കുന്നുണ്ട്. അപ്പൊ നോക്കിക്ക. Automatic work of children become one of the dash. Automatic work of children become one of the dash. Problem or fundamental principle on her method, principles of reward. അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക് വർക്ക് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആയിട്ടാണ് മാറിയത്. ഓക്കെ, അപ്പോ ഞാൻ മോണ്ടിസോറിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി മോക്ക് ടെസ്റ്റിലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല രീതിയിൽ നോക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ടോ? നമുക്ക് ലാംഗ്വേജ് ഏരിയയുടെ ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് ഫോണിറ്റിക്സിന്റെ. പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? അശ്വതി മാം പറഞ്ഞിരുന്നു. നമ്മുടെ ഓക്കെ, അപ്പോ അശ്വതി മിസ് ആണ് ഞങ്ങളുടെ ഇംഗ്ലീഷിന്റെ അശ്വതി മിസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. മേ ബി നാളെ 10:30 ആയിരിക്കും. ടൈമിനെ കുറിച്ചിട്ടും ക്ലാസ്സിന്റെ ഡേറ്റ് നാളെയാണ്, സാറ്റർഡേ ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും കേട്ടോ. ഓക്കെ, ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയാം ഫോണിറ്റിക്സിന്റെ ക്ലാസ് ആണ്, മാക്സിമം കയറണം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഫോണിറ്റിക്സ് വരുന്നത്. അപ്പൊ നല്ല രീതിയിൽ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഇനി ഏതെങ്കിലും ചാപ്റ്റർ നാളെ മുതലായിരിക്കോ ക്ലാസ് സ്റ്റാർട്ട് ആവുന്നത്? എന്താണ്? നാളെ മുതലായിരിക്കോ ക്ലാസ് സ്റ്റാർട്ട് ആവുന്നത്? എന്ന് വെച്ചാൽ സാറ്റർഡേ ഒരു ചിലപ്പോ 2 hours ആയിരിക്കും, ചിലപ്പോ 1.5 hours ആയിരിക്കും മിസ്സിന്റെ ക്ലാസ്. അതിന്റെ റെക്കോർഡ് ക്ലാസ് ഇടുവോ മാം? എനിക്ക് നാളെ എക്സാം ഉണ്ട് PSC. ആണോ? ഓക്കെ, റെക്കോർഡ് ക്ലാസ് ഉണ്ടാവൂടാ, കണ്ടാ മതി.
പിന്നെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്താൽ കൊള്ളാം എന്നുണ്ടോ? ഞാനിപ്പോ എടുത്ത ഏതെങ്കിലും പോർഷൻസിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഒന്നും കൂടി റിവൈസ് ചെയ്താൽ കൊള്ളാം എന്നുണ്ടോ? ടൈമിനനുസരിച്ച് ചെയ്തോണ്ട് മിസ്സേ. എന്താണ്? മിസ്സിന് ടൈം ഉണ്ടെങ്കിൽ ചെയ്യുന്നത് നന്നായിരിക്കും. ഏതായാലും കുഴപ്പമില്ല. ഒന്നും കൂടി കുഴപ്പമില്ല അല്ലേ? മനസ്സിലാവുമല്ലോ. മനസ്സിലാവും. ഓക്കെ. മേ ബി ചിലപ്പോ ഇതിന്റെ ചിലപ്പോ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കാം. ഓർ നെക്സ്റ്റ് നമ്മുടെ ഡിസ്ട്രിക്ട്സ് പോർഷൻസ് തീർക്കാനുണ്ടല്ലോ. അതുകൊണ്ട് ചിലപ്പോ ഞാൻ ചിലപ്പോ ഇനി കയറുന്നത് ചിലപ്പോ പറയാൻ പറ്റില്ല, ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് മേ ബി ലാസ്റ്റ് ഇല്ല ക്ലാസ് മാം, ആയിരിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് പറയുകയാണെങ്കിൽ എന്താടാ? മോണ്ടിസോറി മെത്തേഡും ട്രഡീഷണൽ മെത്തേഡും ആ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞായിരുന്നോ? അതെടുത്തില്ലേ? അത് മാം കുറച്ച് എടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ആണോ? ഞാൻ എടുത്തിട്ടില്ല ചാപ്റ്റർ. മാം കഴിഞ്ഞ ദിവസം ഒരു ഹാഫ് ആൻ അവർ മാം ക്ലാസ്സിൽ വന്നില്ലേ അശ്വതി മാം കഴിഞ്ഞിട്ട്, അന്ന് കുറച്ചെടുത്തു. അന്ന് പെട്ടെന്ന് എടുത്തതാണ് ആ ചാപ്റ്റർ, കുറഞ്ഞ സമയമായിട്ട്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അതെനിക്ക് പെട്ടെന്ന് എന്നോട് തീർക്കാനായിട്ടൊരു ഇൻഫർമേഷൻ വന്നു. അപ്പൊ ഞാൻ ആ മെത്തേഡ് ഒന്നും കൂടി ആ ഒരു ചാപ്റ്റർ യൂണിറ്റ് 2 നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ. യൂണിറ്റ് 2 എടുക്കാം. പിന്നെ ഞാൻ നമ്മള് പഴയ സെയിം 1-ലത്തെ പോർഷൻസിൽ നിന്ന് കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അപ്പോ താങ്ക് യു. ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു.